Lawrence Cock, Midnight in Melancholy. Writer, Director Babu John. Producer, Prajesh Krishna. മറ്റ് ടെക്നീഷ്യൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തോ മാംഗല്യം തന്തുനേന സീരിയൽ ഈസ് ബെറ്റർ. സ്റ്റാച്യൂട്ടറി വാർണിംഗ് പറയുന്നത് ജോയ് മാത്യു ആണ്. അദ്ദേഹം ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. 2 പുക അടിച്ച് പറയുന്ന പോലെ അത്രയും ഗംഭീരമായിട്ടുണ്ട്. 4 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഗ്യാങ്. അവർ കോളേജ് മേറ്റ്സ് ആയിരുന്നു. അവർ കണ്ടുമുട്ടുകയാണ്, സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയാണ്. അതിലൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് അതുൽ സുരേഷ്. നല്ല വള്ളിവാണ ക്യാരക്ടർ, അതിനൊത്ത അഭിനയം, ഡാൻസ് ഒക്കെ കാണാൻ എൻ്റെ പൊന്നോ. ഈ ഗ്യാങ്ങിലെ മറ്റൊരാൾ നവാസ് വള്ളിക്കുന്നാണ് കഥാപാത്രം ചെയ്തിരിക്കുന്നത്. നല്ല മൂത്ത ക്യാരക്ടർ. ഇവരുടെ പിയർ ഗ്രൂപ്പായിട്ട് ഏജ് ഗ്രൂപ്പായിട്ട് എങ്ങനെ ഒത്തുപോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ജോണി വാക്കറിലെ മമ്മൂട്ടിനെ പോലെയൊക്കെ ആയിരിക്കും. എവിടെയെങ്കിലൊക്കെ തങ്ങിപ്പോയി പിന്നീട് പഠിക്കാൻ വന്ന അങ്ങനെ ആയിരിക്കാം. വളരെ സംശയം തോന്നിപ്പിക്കാത്ത അഭിനയം. ഏജ് ഓവർ. അഭിഷേക് ശ്രീകുമാറാണ് മറ്റൊരു അംഗം ഓഫ് ദിസ് ഗാങ്. ബിഗ് ബോസ് ഫെയിം. ബിഗ് ബോസ് എന്നൊരു ലോഡ് ഒരു വണ്ടിക്ക് ആളിതിനകത്ത് മറിഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊരാളാണ് അഭിഷേക് സുരേഷ്. നമ്മുടെ മാധവ് സുരേഷിന് ഒത്ത എതിരാളി. നല്ലൊരു മികച്ചൊരു വാഗ്ദാനം, എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി. ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ എന്താണ്, നമ്മളെല്ലാം ഇവിടെ കിടന്ന് ചാവും. I've seen this is a classic. ഞങ്ങൾ അനോധരണ, പക്ഷേ ഘണ്ടകളല്ല. സെയിം ബട്ട് ഡിഫറെൻറ്റ്. 4ാമത്തെ ആൾ എന്ന് പറയുന്നത് വേദലക്ഷ്മി. ഇപ്പോൾ കറൻ്റ്ലി ഓൺ ഗോയിങ് ബിഗ് ബോസിലുള്ള ബിഗ് ബോസ് സദാചാര കുലസ്ത്രീയായിട്ടുള്ള വേദലക്ഷ്മി. പിന്നെ വേറെ ഒരു സ്ത്രീ കൂടെ ഉണ്ട്. ഇതാണ് ഗ്യാങ്. ഇവർ പരസ്പരം അഭിനയിക്കുകയാണെന്ന് പറയത്തില്ല, അത്രയ്ക്ക് നാച്ചുറലായിട്ടുണ്ട്. പരസ്പരം അഭിനയം. ഡയലോഗൊക്കെ പറയുന്നത് ക്യൂ നിൽക്കുക. ഒരാൾ പറഞ്ഞിട്ട് അടുത്ത ആൾ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടോ ഏതോ റിവ്യൂവിൽ, കുലാ മുന്തിരിങ്ങ പോലെ വെയിറ്റ് ചെയ്യുക. അയാൾ പറഞ്ഞ് അടുത്താൾ അത് അങ്ങനെ തന്നെ നിൽപ്പിച്ചിരിക്കുന്നത്. എല്ലാ സീനിലും അങ്ങനെ സ്റ്റേജിൽ നിൽപ്പിച്ചേക്കും. അങ്ങനത്തെ പരിപാടിയിലാണ് ഒരു ഊള ടൈറ്റിൽ സോങ്. അതിലും കൂതറയായിട്ടുള്ള ഡാൻസ്, കോമാളിത്തരം, തുടക്കം മുതൽ ഇത് തന്നെ പരിപാടി. പക്ഷേ മലങ്കൾട്ടാണ് മനസ്സിലായി. പിന്നെ അറിയാലോ, പിന്നെ രസമാണ്. പിന്നെ അഖിൽമാരോടൊക്കെ വരാനുണ്ടല്ലോ. ശ്രീത്ത് ബാലേരി ഭയങ്കര മാവേക്കെ ഉള്ളൊരു വില്ലൻ. പുള്ളി ഭയങ്കര അഭിനയ ഓവർ ആക്ടിങ്ങാണ്. പക്ഷേ പുള്ളിയെ പണ്ട് കാലം പുള്ളി പാലേരി മാണിക്യത്തിലൊക്കെ എൻ്റെ മാണിക്യത്തെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഗംഭീര അഭിനയം കാഴ്ച വെച്ചാളോ. കപ്പേടയിൽ നന്നായിരുന്നു. പക്ഷേ ഇതിൽ കണക്കാം. ഇനി അവൻ്റെ വരവാണ്. സാക്ഷാൽ അഖിൽ മാരാർ, അഖിൽ കട്ടാത്തല. അദ്ദേഹത്തിൻ്റെ മോസ് എൻട്രിയാണ്. അത് നമ്മുടെ സ്ഫടികത്തിൽ ലാലേട്ടൻ്റെ എൻട്രിക്ക് സമാനം. അതായത് ഒരു ചക്രത്തിനിടയിൽ കൂടെ ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഭദ്രം വെച്ച് ലാലേട്ടൻ ഇങ്ങനെ ഓടി വരുന്നത്. അതേപോലെ ഒരു ചക്രം കറങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബുള്ളറ്റിൽ വരികയാണ് നമ്മുടെ മാരാർജി. പോര മാസീവ് എൻട്രി. എന്നിട്ട് മാരാർ ഇങ്ങനെ വന്ന് ബുള്ളറ്റിൽ ഇറങ്ങി നിന്നിട്ട് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് മാരാർ ഇങ്ങനെ ഒരു സൈഡ് പ്രൊഫൈലും കൊടുത്തിട്ട് മാരാർ പിന്നെ അനങ്ങുന്നില്ല. ഇത് മോഷൻ പിക്ചർ അല്ലേ, ഇത് വീഡിയോ അല്ലേ ഷൂട്ട് ചെയ്യുന്നേ, അതോ സ്റ്റിൽ ഫോട്ടോ ആണോ? അതായത് ചില സമയത്ത് ഈ ഷോട്ട് കഴിഞ്ഞാലും സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് പിക്ചേഴ്സിന് വേണ്ടി മാറില്ലേ എന്ന് പറയും. ആ സീനിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസ്, സ്റ്റിൽ ഫോട്ടോ. ഇതെനിക്ക് തോന്നുന്നത് മറ്റേത് എടുക്കുന്നതിനിടയിൽ കൂടെ തന്നെ പറഞ്ഞാന്ന് തോന്നുന്നു. പോലെ നിർത്തുന്നു. പക്ഷെ അതുകൂടെ കട്ട് ചെയ്ത് ഇതിൽ സിനിമയ്ക്കകത്ത് ഇട്ടേക്കുന്നത്. മാരാർ എന്തിന് ഇങ്ങനെ കുറേ സമയം നിന്നതെന്തിനാ? മാരാർ ഇറങ്ങിയ പോയാൽ പോരെ, ബാക്കി പടി അവരെടുക്കണ്ടല്ലേ. അപ്പോൾ ടെക്നിക്കലി ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കലി ഒന്നും പറയാത്ത നല്ലത്. എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാരാറുടെ മറ്റേതൊക്കെ ഉണ്ട്, മറ്റേ ലൂസിഫറിലെ വാടാ. പക്ഷെ വാടാന്ന് പറയുന്നില്ല. പിന്നെ ഫൈറ്റാണ്, ചാറിയ ഫൈറ്റ്, എന്തൊക്കെയോ കാണിക്കും. നേരത്തെ പറഞ്ഞു ശ്രീത് പാലേരിയൊക്കെ ആയിട്ട്. പക്ഷെ എൻ്റെ പൊന്നു, തുടക്കം തന്നെ മലങ്കൾട്ടിൻ്റെ ഉത്സവം. മാരാറുടെ ക്യാമറ നോക്കാതെയുള്ള അഭിനയത്തിന് ശേഷം അടുത്തായി കടന്നു വരികയാണ് അടുത്ത ബിഗ് ബോസ് എൻട്രി, സെറീനയുടെ ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറുക. ക്രിഞ്ച് ക്യൂട്ട്നെസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴഞ്ഞു അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു പാട്ടൊക്കെ, കന്നിപ്പെണ്ണെ നെഞ്ചിൽ തഞ്ചം എന്ന് പറഞ്ഞിട്ട് മാങ്ങാത്തൊലി എന്നിട്ട് വീണ്ടും ക്യൂട്ട്നെസ് ഓവർലോഡ്. ഉണ്ടെങ്കിൽ ജാഫർ ഇടുക്കി ഈ സിനിമയിൽ മൊത്തം വെപ്രാളവും ചുഴലിയും പിന്നെ എന്തൊക്കെയോ. പുള്ളിക്ക് ഭയങ്കര ഹൈപ്പറാണ് പുള്ളിനകത്ത്. ജാഫർ ഇടുക്കിയൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത് കുറേ പറയാനുണ്ട്. ജാഫർ ഇടുക്കി കുക്കറി, ഇൻ്റർവ്യൂലൊക്കെ കുക്കറിയൊക്കെ ചെയ്യുന്ന ജാഫർ ഇടുക്കി. ഈ സിനിമയിലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാരും ഈ സെലീനയും എല്ലാവരും ഇങ്ങനെ ഓടുക. ഇവർ നടക്കൂല, ഇവരിങ്ങനെ ഓടുക. മുള്ളം കൊല്ലി കൂടെ ഇങ്ങനെ ഓടുക. ഫുൾ ടൈം ഇവർ ഓട്ടമാണ്. അത് നമ്മുടെ സ്ലോ മോഷൻ കാണിക്കും, ഇങ്ങനെ ഓടുക.
എനിക്ക് തോന്നുന്നത് ഒരു ഓടുന്ന സിനിമയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ടറുടെ ഒരു ബ്രില്യൻസ് ആയിരിക്കും. പിന്നെ മറ്റേ ദിനീഷ് ഉണ്ട്. ദിനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായാട്ടിൽ ജോജി പറല്ലേ നിനക്ക് തുറള്ള സ്ഥലമെടുത്ത് മറ്റേ തുപ്പണ പുള്ളിയുണ്ട്. പുള്ളിയുടെ അഭിനയത്തിൽ സെറ്റായിട്ടില്ല. ഇതിനിടയ്ക്ക് മാരാറുടെ ഒരു കമ്പി പിടി മാസൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ സെരീനയുടെ ചിണുങ്ങല കുഞ്ഞാഞ്ഞ എന്നാണ് മാരാറിനെ വിളിക്കുന്നത്. സെറീന കുഞ്ഞാഞ്ഞ കത്തി താ കുഞ്ഞാഞ്ഞ, ഇനി കുഞ്ഞാഞ്ഞയ്ക്ക് കത്തി വേണ്ട, ഇനി കുഞ്ഞാഞ്ഞയ്ക്ക് കത്തി വേണ്ട, കത്തി താ കുഞ്ഞാഞ്ഞ ഞഞ്ഞ, എന്നിട്ട് ലാസ്റ്റ് കത്തി വലിച്ച് ഒരു കണ്ടത്തിലെറിയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സീൻസാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇവരെ പരിപാടി ഇങ്ങനെ മനങ്ങളുടെയായിട്ട് ഇങ്ങനെ കാണുന്നത്. ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ട് ഒരു കല്യാണ വീട്ടിലെ. മാരാറൊക്കെ ലിപ്സിംഗ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസ്. പിന്നെ എല്ലാവരും ഡാൻസ് നല്ല നല്ല നല്ല. മാരാറിൻ്റെ മാസ് ഡയലോഗ് മയിലടിപ്പെട്ടിൻ്റെ മോനെ എന്ന് പറയുന്നുണ്ട്. മയിലടിപ്പെട്ടിൻ്റെ മോനെ. പിന്നെ ഒരു വീടാണേ, ഒരു വീട്ടിലെ ആൾക്കാർ കൂടി നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരാളെ തപ്പിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങുക. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേ എല്ലാവരുടെ കയ്യിലും ടോർച്ച്, 100 കണക്കിന് ടോർച്ച്. ഒരു വീട്ടിൽ ടോർച്ചായിട്ട് വന്ന ആൾക്കാർ എന്തായാലും കാണുമല്ലോ, മൊബൈലുണ്ടല്ലോ. പക്ഷേ വലിയ ടോർച്ചായിട്ട് 100 കണക്കിന് ആൾക്കാർ ഓടുക. അപ്പോൾ ഇത്രയും ഇതെന്താ ടോർച്ച് ഫാക്ടറിയോ? അങ്ങനെ കുറേ ലോജിക്കും കണ്ടിന്യൂറ്റിയും നോക്കാതിരിക്കുന്നതല്ലേ. എഫ് ജി ബൈക്ക് എടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹോണ്ട ആക്റ്റീവിൻ്റെ കീയൊക്കെ കയ്യിൽ. അങ്ങനെ കുറേ ഉണ്ട്. അത്തരം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഒരു സീനിൽ മാരാറും ജാഫ്രിഡിക്കും കൂടെ മത്സരിച്ച അഭിനയമാണ്. മാരാറ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എഴയൊക്കെ ചെയ്യുന്നുണ്ട് മാരാറ്. അപ്പുറത്ത് ജാഫ്രിഡിക്ക് എടാ ഒച്ചനെ കുറച്ച് ഉണക്ക കോവക്ക എന്നിട്ട് ചെറുളിട്ട ബീഫ്. കോട്ടയം നസീറിൻ്റെ എൻട്രി ഡ്രോയിങ് മാഷാണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ചാർട്ട് എടുത്തിട്ട് ഇത് പുഴ, ഇത് കാട്, ഇത് മല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെയാണ് സാർ. പാട്ടിൽ ഇവർ ഒളിച്ചു കളിക്കാമെന്ന്. അനി, ഗൗതം, വെങ്കി, ഫിലിപ്പിൻ്റെ അങ്ങനെ അങ്ങോട്ടും ഇവരിങ്ങനെ വിളിച്ചു കളിക്കാം. അതിനിടയ്ക്ക് വേറെ കോമഡി ഉണ്ട്. ഇത് ലോ ബഡ്ജറ്റ് സിനിമയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആനേനെ കാണിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആനേൻ്റെ ചിഹ്നം വിളി കേൾപ്പിക്കാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ അപ്പുറത്ത് ലാലേട്ടനുണ്ട്, മമ്മൂക്ക ഉണ്ടെന്ന് പറയായിരുന്നു. കാരണം ഒന്നും കാണിക്കണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ശബ്ദം കേൾപ്പിച്ചാൽ മതിയല്ലോ. വേറെ കോമഡി, ഇവരെ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും നടക്കുമ്പോഴെന്തെങ്കിലും ചവിട്ടി ശബ്ദം ഉണ്ടാവും സ്വാഭാവികം. ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഒരു കൊള്ളി കഷ്ണത്തിൽ ഒറ്റ ചവിട്ട ആ പോലീസിനെ ആകർഷിച്ചതാണ്. സെറീന നേരത്തെ കത്തി കണ്ടത് കളഞ്ഞുകൊണ്ട് മാരാറ് വേറെ ഒരു കത്തി ഉണ്ടാക്കുക. ആലയും ഒലിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കത്തി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പോളികാടിൻ്റെ പച്ചക്കറി കത്തിയില്ലേ, അത് സെയിം സാധനം. എന്നിട്ട് മാരാറ് അങ്ങനെ മുക്കുക. കോട്ടയം രമേശൊക്കെ ഉണ്ട് ഭയങ്കരം തന്നെ. പിന്നെ ഇതിലൊരു കല്ലറ സീൻ ഉണ്ട്, കല്ലറ സെൻറ്റി. എല്ലാവരും ഇങ്ങനെ ക്യൂ നിന്ന് കരയുക. ക്യൂ നിന്നിട്ട് അവർ അല്ലെങ്കിൽ ഇങ്ങനെ പാരലായിട്ട് നിന്നിട്ട് അവർ പരിപാടി കരച്ചിൽ. ഇത് വേറെ കോമഡി എന്താണെന്ന് വെച്ചാൽ വൈഡിലൊന്നും കാണുന്നില്ല. കാരണം ഓൾറെഡി ഈ സിനിമ പകല് തന്നെ പകല് തന്നെ വെളിച്ചമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ഡിമ്മായിട്ടാണ്, കോൺട്രാസ്റ്റ് തീരെ ഇല്ലാത്ത പോലെയാണ് പകല് കാണുന്നത്. രാത്രി ഒന്നുമേ കാണാനില്ല, ശൂന്യം, വട്ടപ്പൂജ്യം. കൂടുതലൊന്നും പറയുന്നില്ല. മാരാറുടെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. മാരാറ് പിന്നെ നാക്ക് കടിയുണ്ട്. മാരാറുടെ നാക്ക് കടിച്ചിട്ട് മറ്റേ ബിഗ് ബോസിൽ കണ്ടില്ലേ, സെയിം നാക്ക് കടിക്കുന്ന പുലിമുരുകൻ കാട്ടിലൊക്കെ ഫൈറ്റ്. പിന്നെ ഒരു വള്ളിക്കെട്ട് ഫൈറ്റ് ഉണ്ട്. മാരാറെ വള്ളി കൊണ്ട് കെട്ടിയിട്ട് വള്ളി കൊണ്ട് കെട്ടാൻ പറ്റിയില്ല. എൻ്റെ മാരാറ് എന്നെ വള്ളി എടുത്തു പോയിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിങ്ങനെ വള്ളിയും പിടിച്ച് കിടക്കുക മാരാറ്. ലാസ്റ്റ് മാരാറേക്കാൾ മുക്കുന്ന ഒരു വില്ലൻ. അങ്ങനെ മുക്കൽ മത്സരം അവസാനം. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. മികച്ച ഒരു മലങ്കൾട്ട് അന്തസ് പുത്തൂർ ചെല്ലത്തിൽ ഹിറ്റടിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണത്.